എന്റെ ബാപ്പാരെ ജിന്നത് തുടരിച്ച് പയറ്റില്ലേ തുള്ള പൂട്ട് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. കടങ്ങളൊക്കെ മാറി റിലാക്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ദിവസം. ബാങ്കിൽ തടവും കഴിഞ്ഞു. എന്തായിരുന്നു അല്ല ചായ ഉണ്ടാക്കാൻ നല്ല പണിയല്ലേ ഇങ്ങോട്ട് വരണ്ടാന്നേ. എല്ലാവർക്കും ദിവസം ദോഷമാണ്. വണ്ടിന്റെ ലോണും തീർന്നു. അതുകൊണ്ട് ഈ റിസോർട്ടിന്റെ ഫുള്ള് ചെലവിന്റെ ആകാം. 80-85 കാലഘട്ടം ഒരു ദിവസം ബോംബെ കൊടുങ്കാട്ടില് ആന മരം വലിച്ചില്ലാറുണ്ട് അംസനെ വിളിച്ചേ ഞാൻ ഇന്ന് നല്ലൊരു ദോശ കൊണ്ടുവരാൻ പറഞ്ഞ ആരും കേൾക്കൂല. നീ ഈ പൊടി മാറ്റാതെ ഞാൻ ഈ പേര് ദോശ ഇടൂല. കുഞ്ഞാപ്പോ ദോശ ഇരിക്കണേ പോരെ. സാറേ, ഈ അസ്ഥികൂടം ആരുടെയാണ്, എന്താണ്, എവിടത്തെയാണെന്ന് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യന് ശരിയാ ശരിയാ. നോക്കുമ്പോ എന്താ ആനക്ക് ചെറിയൊരു കുറുമ്പ്. അപ്പൊ എന്താ കുറുമ്പ്? അലാക്കിന്റെ വണ്ണുള്ള മരം ആനക്കുണ്ട്. അത് പോലും ആ മരം ഈ തോൾക്കൾ വെച്ചിട്ട് ഒരു 30 കൊണ്ടോ എടാ കൊച്ചിനെ വിളിച്ചോ. കിലോമീറ്റർ ഏറ്റിട്ട് അംസ കൊണ്ടുപോയി ഇട്ട് കൊടുത്താ ഫർണിച്ചർ കടയിൽ. പോയിട്ട് വജിലിക്കട്ടോ. പമ്പും കംപ്ലൈന്റ് ആവാനുണ്ട്, വണ്ടി വലിച്ചണില്ല. വർഷാപ്പേര് പറയാനായിട്ടോ പുതിയ വണ്ടി എടുക്കായിരിക്കും നല്ലത്. അപ്പൊ പമ്പല വേണ്ട. എന്നാലും ഔക്കുറിനാക്ക നിങ്ങൾ മകളെ കുടിയിരിക്കൽ അമ്മോടൊന്നും പറഞ്ഞില്ല. അതിന് ഓരോ കണ്ണൂരല്ല അംശ. കണ്ണൂർ അയച്ചിട്ടെന്തോ ഇപ്പോഴത്തെ ശരിയാക്കിയത്. Come on man, let's enjoy dance. എന്തൊരു കഴിഞ്ഞ മണ രാവിലെ തന്നെ അൽഫാം ഉണ്ടാക്കി ദോശ കൊണ്ടേ ഇതാ തിന്നോളി. ഇന്നിപ്പോ എന്താ നൂൽപുട്ടുണ്ടാക്കി. ഇപ്പം നിങ്ങളെ കേച്ചിക്കൽ കോഴിയാട് എന്നെ ആണേനും ചെമ്പുക്ക് കോഴിയാടുമ്പോ എന്നോട് ഒഴിവാക്കാം. കണ്ണടത്ത് നോക്കിയൊന്ന് തരാൻ മതി. നൂൽപുട്ട ദോശയാണത്. ഇതോ ആ ഒരു നല്ല ദോശ ഉണ്ടാക്കാൻ വെച്ചാന്നുണ്ട്. നിങ്ങളൊക്കെ എവിടുത്തെ പെണ്ണുങ്ങളാണ്? ഞാൻ പറഞ്ഞ പൊടിയാണ് കൊണ്ടുവരും. ഉന്നാറിന്റെ അംശ ഫർണിച്ചർ വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ട് വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാടുണ്ടോ? അത് ഞാൻ പോലീസ് ഐജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. കുടിക്കലൊന്നും ഉറപ്പിച്ചിട്ടില്ല. ആ ശ്രീകണ്ഠപുരത്തുണ്ട് വർഗോ ഫർണിച്ചർ വേൾഡ് എന്ന് ഇറങ്ങുന്ന ഒരു ഷോപ്പ്. ഓരെന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് കുറഞ്ഞ പൈസക്ക് നല്ല സാധനം കിട്ടും. ഏതാണ് ഇജ്ജ് പറഞ്ഞ പൊടി? അത് കൊടുത്തിട്ട് ഇനി ചായ കൂടി ഉള്ളൂ. ഷാലിമാറിന്റെ മലബാർ ദോശപ്പൊടി ഇറക്കാൻ ഒരു പൊടി ഇറങ്ങിക്കണം. അത് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ചുട്ടരാം ദോശ. സ്ഥലത്ത് പിടിയുള്ള ആളാട്ടോ ഞാൻ. അതിന് അംശ എന്റെ അടുത്ത് ആകെ 5000 ഉള്ളൂ. 5000 മതി, ബാക്കി EMI ഇട്ടേരുന്ന് തന്നെ. ആ ചായ പറ്റിയ ചങ്കള നമ്മള് നിനക്ക് എന്താ വേണ്ടേ? കൊല്ലല്ലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനത്തെ ഒരു പൊടി ഇറങ്ങിക്കൊള്ളുന്നുണ്ട്. ഇച്ചൊന്ന് കാണല്ലോ. കുഞ്ഞാപ്പോ മോട്ടി പറഞ്ഞ പൊടി വാങ്ങിക്കൊടുത്താ ചാട്ടൊക്കെ നിങ്ങൾ അടുപ്പൊക്കെ തിരികല. ഇനി ഇതും കൂടി ഉള്ളൂ ഊരാൻ പറഞ്ഞ. അമീര ചിരാനെ ഞാൻ കൊണ്ടെടുത്തിപ്പോ വരാട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ ചുട്ടരാം നല്ല ദോശ. ഇനി കൊമ്പങ്ക ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. തറവാട്ടിൽ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷാലിമാറിന്റെ സ്റ്റീമേഡ് മലബാർ ദോശപ്പൊടിയൊക്കെ. അപ്പൊ ചങ്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തണ ഈ ദോശപ്പൊടി മതി മതി, ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ ഇരട്ട പറ്റില്ല ഒരേ ഡ്രസ്സായി ചോദിച്ചത്.